നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്തികയും ധനുഷും ചേർന്ന് ചെയ്യുന്നതാണോ എന്റെ സംശയം. ആ സംശയം എനിക്കുണ്ട് അർച്ചന. എന്റെ ഫോൺ നേരത്തെ പിടിച്ചു വാങ്ങിയിട്ട് ഇപ്പൊ അതെന്റെ കൈ കൊണ്ടുവന്ന് തന്നിട്ട് പോയി. അതെന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഏതായാലും അർച്ചന അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ. വിവാഹത്തിന് മുൻപായി സച്ചിയേട്ടൻ തിരിച്ചു വരുമെന്നാ നന്ദേട്ടൻ പറയുന്നത്. ആ വിശ്വാസത്തില് ബാക്കി തയ്യാറെടുപ്പുകൾ നടക്കുവാണ് അവിടെ. ഞാൻ ഇനി അവിടെ നിന്നാ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. എന്നാലും എന്റെ ഏട്ടൻ എവിടെ പോയതാവും? അഴിക്കടാ. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നേ? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? ആരെങ്കിലും ഒന്ന് പറയും പ്ലീസ്. നീ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് വൈകുന്നേരം വരെ നീ ഇവിടെ കിടന്നേ പറ്റൂ. അതിന്റെ കാര്യമൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണമാണോ? അത് എത്രാന്ന് വെച്ചാൽ ഞാൻ തരാം. എന്നെ ഒന്ന് അഴിച്ചുവിട് പ്ലീസ്. ഞങ്ങൾക്ക് വേണ്ടത് പണം തന്നെയാ. പക്ഷെ അത് നീ തരണ്ട, തരേണ്ടവര് തന്നോളും. ഇന്ന് വൈകുന്നേരത്തോടെ ഞങ്ങൾ തന്നെ നിന്നെ അഴിച്ചു വിട്ടോളാം. അതിനുമുമ്പ് നീ എത്ര ബഹളം വെച്ചാലും എന്തൊക്കെ ചെയ്താലും ശരി, നീ ഇവിടം വിട്ടു പോവില്ല. അതുകൊണ്ട് ഇതുപോലെ വെറുതെ ഇരുന്ന് നീ ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ. ഇനി രക്ഷപ്പെടാൻ എങ്ങാനും ശ്രമിച്ചാ വിളിച്ചോളെ. ഇല്ല. ാണ് സർജറി. ഓർണമെന്റ്സ് എല്ലാം അഴിച്ചു വെക്കണം. 8 ആവുമ്പോ റെഡിയായിരുന്നാ മതി. ശരി. അമ്മേ, സന്ദീപിന് ഇതുവരെ കാണുന്നില്ലല്ലോ. അച്ഛൻ ഒന്ന് വിളിച്ചു നോക്കിയേ. വിളിക്കണ്ട. സച്ചിയെ കാണാനില്ലാത്ത തിരക്കില് അവൻ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നാലും സച്ചമ്മത് എവിടെ പോയതാ? അച്ഛനെയാണെങ്കിൽ വിളിച്ചിട്ടോട്ട് എടുക്കണമില്ല. ഓ, ഒരു സമാധാനമില്ല എന്റെ ദൈവമേ. എന്തായി? സച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതുവരെ ഇല്ല. മൊബൈൽ ഫോൺ കാറിൽ തന്നെ ഇരുന്നോണ്ട് മറ്റെവിടേക്കെങ്കിലും പോയതാവുന്നാണ് പോലീസ് പറയുന്നത്. തിരിച്ചു വരുന്ന തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഉറപ്പാ ഏട്ടനൊന്നും സംഭവിക്കില്ല. അവിടുത്തെ CCTV ഒക്കെ നോക്കിയിട്ട് എന്തായി സന്ദീപ്? ക്യാമറ ഉള്ള ഭാഗത്തുകൂടിയൊന്നും കാറ് പോയതായിട്ട് കാണുന്നില്ല. കാറ് കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ ക്യാമറയില്ല. ഈ വിവാഹം നടക്കുന്നത് കാണാനും പങ്കെടുക്കാനും താല്പര്യമില്ലെന്നല്ലേ സച്ചേട്ടൻ പറഞ്ഞത്? അതുകൊണ്ട് ഇനി എവിടേക്കെങ്കിലും മാറി നിൽക്കുന്നതാണോന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ മാറി നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ വിവാഹം മുടക്കാൻ എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ട് അതിനുവേണ്ടി എങ്ങോട്ടെങ്കിലും പോയതാണെന്നാ എന്റെ സംശയം. അച്ഛമോൾ എന്താ പറയുന്നേ? അവളുടെ അവസ്ഥ എന്താ? സച്ചിയേട്ടൻ തിരികെ വരുമെന്ന് തന്നെയാ ഏട്ടത്തെയും പറയുന്നത്. വിവാഹത്തിന്റെ കാര്യം പിന്നെന്ത് തീരുമാനിച്ചു? എന്നത്തേക്ക് നടത്താനായി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്? ഇന്ന് തന്നെ നടത്തണമെന്നാ തീരുമാനം.
സച്ചിയേട്ടനെ കാണാതായതും ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ആരെയും ബാധിച്ചിട്ടില്ല. വിവാഹത്തിന് മുൻപായി സച്ചിയേട്ടൻ തിരിച്ചു വരുമെന്നാ നന്ദേട്ടൻ പറയുന്നത്. ആ വിശ്വാസത്തില് ബാക്കി തയ്യാറെടുപ്പുകൾ നടക്കുവാണ് അവിടെ. ഞാൻ ഇനി അവിടെ നിന്നാ 1-2 പറഞ്ഞ് വഴക്കാവെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. എന്നാലും എന്റെ ഏട്ടൻ എവിടെ പോയതാവും? ഇവർക്കെല്ലാം വട്ടാണോന്ന എന്റെ സംശയം. കാണാതായിരിക്കുന്നത് സേതുമാധവൻ എന്ന മനുഷ്യന്റെയും നന്ദൻ എന്ന ആളിന്റെയും സ്വന്തം ചോര തന്നെയല്ലേ? സച്ചിയെക്കാളും വലുതാണോ അവർക്ക് ഈ വിവാഹം? അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണും മീരെ. ഇപ്പൊ അവര് കാണിക്കുന്നതേ കുറച്ച് അന്യായോ. മറ്റൊന്നും അവര് ചിന്തിക്കണ്ട. അവിടുത്തെ ഒരു ചെക്കനെ കാണാതായിട്ട് ഒരു രാത്രി കഴിഞ്ഞു. അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല. പേടിക്കാനൊന്നുമില്ലെന്നും കണ്ടുപിടിച്ചു കൊടുക്കാന്നും ACPയും CAയും വാക്കുകൊടുത്ത ധൈര്യത്തിലാ ഇത് നടത്താൻ പോകുന്നത്. ഇതൊക്കെ കുറച്ച് കൂടുതൽ അനുപേട്ട. അർച്ചന അത്രയ്ക്കും താഴ്മയായിട്ട് പറഞ്ഞിട്ടും അവിടെ ആരും അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാ എന്ത് വിലയാ അർച്ചനയ്ക്ക് സച്ചിക്കും അവര് കൊടുക്കുന്നേ? അർച്ചനയ്ക്ക് തന്നെ ഇപ്പൊ തോന്നുന്നുണ്ടാവും നന്ദനെ രക്ഷിക്കേണ്ടായിരുന്നു. സച്ചി എങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ. ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചു കാണോ? എന്ത് സംഭവിക്കാൻ? അനുപേട്ടൻ പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും അപകടം പറ്റിക്കാണോന്നാണോ? എങ്കിലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ദേ, അതിനുള്ള ധൈര്യമൊന്നും അവന്തികയ്ക്കോ ധനുഷിനോ ഇല്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും സച്ചിയെ രക്ഷപ്പെടുത്താൻ അർച്ചനയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നെ സച്ചിയെ അപകടപ്പെടുത്തി വിവാഹം നടത്താന്നുള്ളൊരു ബുദ്ധി അവന്തികയുടെയോ ധനുഷിന്റെയോ തലയിൽ ഉദിച്ചെങ്കിൽ അത് അവര് കുഴിക്കുന്ന വലിയൊരു കുഴിയായിട്ട് കണ്ടാ മതി. അനുപേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ദേ, അർച്ചന ഉള്ളിടത്തോളം കാലം സച്ചിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് 3.5 തര. ആ പിന്നെ ആതിരയുടെ സർജറിയുടെ കാര്യം എന്തായി? ഇന്നല്ലേ പറഞ്ഞിരുന്നത്? ഇന്ന് തന്നെ പുലർച്ചെ ഒരു സ്കാനിങ് എടുത്തിരുന്നു. അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വൈകുമെന്നാ പറഞ്ഞേ. സന്ദീപ് ഇന്നലെ പോയിട്ട് മടങ്ങി വരാത്ത വിഷമത്തിലാ ആതിര. ആ, ഞാൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഡോക്ടർ എന്തേലും പറഞ്ഞോന്നും സന്ദീപ് വന്നോന്നും അറിയാലോ. ഇപ്പൊ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.